ഹായ് വ്യൂവേഴ്സ്, അജയ് തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാം. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം, കുറച്ച് ശർക്കര, എള്ള്, പിന്നെ കുറച്ച് അവല്, കപ്പലണ്ടി, ബദാം, ഉണക്കിയ ഈന്തപ്പഴം, പിന്നെ ഇച്ചിരി കാജു, പംകിൻ സീഡ്സ്, മുന്തിരിങ്ങ, മക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അബി കയറി ഇറങ്ങി 3-4 എടുത്ത് ഇത്രയും ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ലഡു ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇന്ന് സാറ്റർഡേ അപ്പോൾ കുറച്ച് സമയം കിട്ടിയ സാറ്റർഡേ അല്ല സൺഡേ. അപ്പം ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഹെൽത്തി ലഡു ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് നോക്കാം. ആദ്യം നമുക്കിതിനെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് പൗഡർ ആക്കിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് അതിനകത്തിട്ട് ഈ ഈത്തപ്പഴവും കൂടെ ലയിപ്പിച്ചിട്ട് അതിനകത്തിട്ട് ഇളക്കി സോഫ്റ്റ് ആക്കി ബാക്കി എല്ലാം കൂടെ പൊടിച്ചത് ഇട്ട് ഇളക്കി നമുക്ക് ലഡു ആക്കി എടുക്കാം. അപ്പം അതെങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കപ്പലണ്ടി, ബദാം, കാജു, മക്കാന്, ഈന്തപ്പഴം, പംകിൻ സീഡ്സ്. ഇത്രയും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിനെ മാറ്റിയെടുക്കാം. അവലും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന എള്ളും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം മുരിഞ്ഞ് പൊട്ടുന്ന വരും വരെ നമുക്കൊന്ന് ഇതിപ്പോൾ പൊട്ടി തുടങ്ങി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ മുന്തിരിങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. പരീക്ഷണമാണ്, എന്നാലും നോക്കാം ശരിയാവോ ഇല്ലയോ എന്നൊക്കെ. നെയ്ക്കകത്തൊന്ന് ചൂടാക്കിയെടുക്കാം. പാത്രത്തിൽ തന്നെ ഞാൻ ശർക്കരയും കൂടെ കുറച്ച് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ, കാരണം ഈത്തപ്പഴത്തിനൊക്കെ മധുരം കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ. ആ നെയ്യ് എടുത്ത പാത്രത്തിൽ തന്നെ ഇച്ചിരി ശർക്കരയും കൂടി ഇട്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആവുന്നുണ്ട്. അവല് പൊടിച്ചെടുത്തു, എള്ളും പൊടിച്ചെടുത്തു, നട്ട്സ്, ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം. ആ നട്ട്സും എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഈത്തപ്പഴം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ശർക്കര പാനിക്കകത്തോട്ട് ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുത്തു. അതിനെ നമുക്കിനി ഒന്ന് അലിയിച്ചെടുക്കാം. നല്ലോണം തിളപ്പിച്ച് അതിനകത്ത് ലയിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇളക്കി നമുക്ക് ലഡു ആക്കിയെടുക്കാം. ഈ ഈത്തപ്പഴം കൂടെ ഇത് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം.
തേങ്ങയും കൂടി ഇടാം. തേങ്ങ ഞാൻ ഇവിടെ തിരുമ്മി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. പരുവം ആയാൽ മതിയായിരിക്കും. നമുക്കിനി നമ്മുടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം അവല് പൊടിച്ചെടുക്കും. മറ്റേ സാധനം മറ്റേത് അവല് പൊടിച്ചത് നമുക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി എള്ള് സിമ്മിൽ വെച്ചിട്ട് ഇട്ടാൽ മതി. ഇത് എള്ള് വറുത്ത് പൊടിച്ചത്. പിന്നെ നമുക്ക് നമ്മുടെ അവസാനം നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചൂടോട്ട് ആയിക്കോളും. ഇനി നമുക്ക് ഇത് ചൂടാറുമ്പോഴത്തേക്ക് ഇതിനെ എന്താക്കാം, ചെറിയ ബോൾസ് ആക്കി വെക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ലഡുവാണ്. ദിവസം നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഒരെണ്ണം ചൂടാറിയിട്ട് ബോളാക്കി വെക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളിപ്പോകും. എള്ളിൻ്റെ ടേസ്റ്റാണ് മുന്നേ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് എന്നെ കാണുന്നുണ്ടോ? വേണ്ട, എന്നെ എടുക്കണ്ട. ഇനി നമുക്ക് ഇതിനെ ലഡുവാക്കി, ലഡുവിൻ്റെ ഷേപ്പിലാക്കി കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു സോരണമൊക്കെ കഴിച്ചാൽ മതി. ഇനിയിപ്പോ ഒരു ദിവസം കൊണ്ട് തീരുതാ തോന്നുന്നത്. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ലഡുവാണ്. ഈന്തപ്പഴമുണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെ എള്ളുണ്ട്, അവലുണ്ട്, തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് കഴിച്ചാലും മതിയായിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുമ്പ് വേണമെങ്കിൽ കഴിച്ച് നോക്കാം. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അങ്കിത്തിനും അവിക്കും ഓരോന്ന് കൊടുത്ത് അവരുടെ റിയാക്ഷനും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം നല്ല ടേസ്റ്റ് ഉണ്ട്. ഈന്തപ്പഴത്തിൻ്റെതും എള്ളിൻ്റെതും എല്ലാത്തിൻ്റെയും നട്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല തേങ്ങയൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്കിത്തിനും അവിക്കൊന്ന് കൊടുത്ത് നോക്കട്ടെ. How is it? Nice. Tasty. Only one. എടുത്തോ. അടിപൊളി ടേസ്റ്റാണിത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ. എടുത്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഹൈപ്പും കൂടെ തരിക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക. വേണമെങ്കിൽ ഇച്ചിരി ഹാർഡാക്കാൻ ഇത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ട് എടുക്കും. തണുപ്പായിട്ടിരിക്കും, ചീത്തയാവത്തുമില്ല പെട്ടെന്ന്. ഇവിടെ ചൂടായതുകൊണ്ട് ചിലപ്പം അറിയത്തില്ല. ശർക്കര പാനിക്കകത്ത് ഉണ്ടാക്കിയതില്ലേ, നമ്മൾ പാവ് കാച്ചിയില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അത് അടച്ച ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഈ പാത്രത്തിനകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം.